പള്ളിയിൽ നിന്നും സമുദായക്കാരിൽ നിന്നും നേരിട്ട വിമർശനങ്ങൾ സ്ഥാപനത്തെ ബാധിക്കുമോ എന്ന പേടിയിൽ പറഞ്ഞു പോയതാണ്. ആദില നൂറയെ വേദനിപ്പിക്കണമെന്ന് കരുതി ചെയ്തതല്ല. വലിയ തെറ്റാണ് ചെയ്തത്. തെറ്റ് മനസ്സിലായിരിക്കുന്നു. ഒടുവിൽ ആദില നൂറയോട് പരസ്യമായി ക്ഷമ ചോദിച്ച് ഫൈസൽ മലബാർ രംഗത്തെത്തിയിരുന്നു. മലബാർ ഗോൾഡിൻ്റെ ചെയർമാനായിട്ടുള്ള ഫൈസൽ സാറിൻ്റെ ഹൗസ് വാമിംഗ് സെറിമണി നടന്നിരുന്നു ഇന്നലെ കോഴിക്കോട് വെച്ചിട്ട്. അപ്പോൾ വലിയ രീതിയിൽ സമൂഹത്തിൽ നിന്നുള്ള ഉന്നതരായിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസും സിനിമാ നടന്മാരും ബിസിനസ് മാൻ പൊളിറ്റീഷ്യൻസ് അടങ്ങുന്ന വലിയ രാജകീയമായിട്ടുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു അത്. അതിലേക്കാണ് ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥികളായിട്ടുള്ള ആദിലയും നൂറയും ക്ഷണിക്കുന്നത്. അപ്പോൾ ആദിലയും നൂറയും അവിടെ എത്തുന്നുണ്ട്. ഫൈസലിക്കായുമായിട്ട് സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, കൈ കൊടുക്കുന്നുണ്ട്, അവരുമായി നിന്ന് ഫോട്ടോ എല്ലാം എടുക്കുന്നതാണ്. ഏറെ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഫൈസലിക്ക. പക്ഷേ വിളിച്ചു വരുത്തിയിട്ട് ഇതുപോലെ അപമാനിക്കരുതായിരുന്നു.